നമസ്കാരം. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം തുടങ്ങിയിട്ട് 13 ദിവസമായി. ഈ 13 ദിവസത്തെ അമേരിക്കയുടെ ആക്രമണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഇറാൻ ഒരുപാട് മുന്നിൽ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് ഇറാനാണ് എന്ന് പറയേണ്ടി വരും. കുതന്ത്രം തുടർച്ചയായി പരാജയപ്പെടുന്നു, തന്ത്രം വിജയിക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ലോകത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്താൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ ഓരോ വീടുകളുടെ അടുക്കളയിലേക്കും ഈ യുദ്ധത്തിന്റെ കെടുതി എത്തിയിരിക്കുന്നു. അത്രമാത്രം യുദ്ധം ലോകത്തെ ബാധിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുംബൈയിലൊക്കെ ഹോട്ടലുകൾ 20% മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. ഇന്ന് അത് തീരെ തുറക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഇവിടെ പാചകവാതകം കിട്ടാനില്ല, ഹോട്ടലുകൾ പലതും അടച്ചു പൂട്ടിയിരിക്കുന്നു. വിറകടുപ്പിലേക്ക് പോയിരിക്കുന്നു, പഴയ സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി തുറക്കുന്ന ഹോട്ടലുകളാകട്ടെ ഈ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് വിഭവങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു, ഗ്യാസ് കിട്ടാനില്ല. അധികം വൈകാതെ പെട്രോളിന്റെ അവസ്ഥയും ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് പുറത്തു വരുന്ന വിവരം. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ അത് ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. 1 കോടിയോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് ഈ യുദ്ധം കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള നേട്ടം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഇറാനെ ശത്രുപക്ഷത്തേക്ക് നിർത്തിയതിന്റെ ഭാഗമായി, ഇസ്രായേലിനോടൊപ്പം നിന്നതിന്റെ ഭാഗമായി വലിയ തിരിച്ചടികൾ രാജ്യത്തിനുണ്ടായി. ഇന്നെന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ 2 കപ്പലുകൾ, രാജ്യത്തേക്ക് എണ്ണ കൊണ്ടുവരുന്ന 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുപോകാൻ ഇറാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ് വാർത്ത. എന്തായാലും അത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും നമുക്ക് കാണാനാകട്ടെ, കേൾക്കാനാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും തുടർച്ചയായി അമേരിക്കയുടെ കുതന്ത്രത്തിനുമേൽ ഇറാന്റെ തന്ത്രം വിജയിക്കുന്നു. ലോകം മുഴുവൻ അമേരിക്കക്കെതിരെ നിൽക്കുന്നു. അമേരിക്കക്കെതിരെ ലോകത്തെ നിർത്താൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും എഴുതിത്തള്ളിയ ഒരു രാജ്യമാണ്. അവരുടെ പക്കൽ ഒന്നുമില്ല, ആയുധങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വല്ലാതെ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെയും സാധാരണക്കാരെയും അതുപോലെ തന്നെ പ്രായമായവരെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നതല്ല യുദ്ധം. യുദ്ധത്തിൽ വിജയം നേടുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി തന്ത്രം മെനയാൻ കഴിയണം, ബുദ്ധി ഉപയോഗിക്കണം. ഒരു പരിചയവും പാരമ്പര്യവും അതുപോലെ തന്നെ ഭരണരംഗത്ത് പരിചയവും ഒന്നും ഇല്ലാത്ത ട്രംപിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പക്കൽ കുറച്ച് ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇറാനെതിരെ മെക്കിട്ട് കയറാൻ വന്ന് ഇറാനെ അങ്ങ് തോൽപ്പിക്കാം എന്ന് കരുതിയാൽ അതല്ല യുദ്ധം. അങ്ങനെ യുദ്ധത്തിൽ വിജയം നേടാൻ കഴിയില്ല. യുദ്ധത്തിൽ വിജയം നേടണമെങ്കിൽ തീർച്ചയായും തന്ത്രങ്ങൾ മെനയാൻ കഴിയണം. പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇറാൻ അതൊക്കെ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ നിബന്ധനകൾ വെക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം, നാളെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിയണം. അങ്ങനെ ഉറപ്പ് നൽകിയാൽ നമുക്ക് ആലോചിക്കാം. അല്ലാതെ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് തൽക്കാലം ഞങ്ങൾ ചിന്തിക്കില്ല, അമേരിക്ക പറഞ്ഞതുകൊണ്ടൊന്നും ഞങ്ങൾ യുദ്ധം നിർത്താൻ പോകുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. അവരുദ്ദേശിച്ച അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴിവിടെ ഈ ഹോർമൂസ് കടലിടുക്ക് മാത്രമാണ് ഇറാൻ ഒന്ന് നിയന്ത്രിച്ചത്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ 150ഓളം മിസൈലുകൾ ഹിസ്ബുള്ള ടെല്ലവീവിലേക്ക് തൊടുത്തിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. യമനിലെ ഹൂത്തികളെ ഇപ്പോൾ ഈ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇറാനാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഒന്നുകൂടെ രൂക്ഷമാകട്ടെ, യുദ്ധം ഒന്നുകൂടെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചെങ്കടൽ അടക്കി ഭരിച്ചിരുന്ന ഹൂത്തികളെ കൂടെ രംഗത്തിറക്കുക, ചെങ്കടൽ കൂടെ ഉപരോധിക്കുക, ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ കൂടെ ആക്രമിക്കുക. അത് അവസാന സമയത്ത് മതി. ഇപ്പോൾ തന്നെ തിടുക്കപ്പെട്ട അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ്, ഒരു തീരുമാനമാണ് എന്നാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിട്ടുള്ള മിസൈലുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കുറച്ച് മിസൈലുകളാണ് ഇത്തവണ ഇസ്രായേലിനകത്തേക്ക് ഇറാൻ തൊടുത്തുവിട്ടിട്ടുള്ളത്.
വളരെ കുറച്ച് മിസൈലുകൾ. എന്നാൽ 10,000-നടുത്ത് കെട്ടിടങ്ങൾ വളരെ കുറച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ട് പോലും തകർത്ത് കളയാൻ ഇറാനായി. തന്ത്രപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, ചില നീക്കങ്ങൾ ഇറാൻ എടുത്തു. ക്ലസ്റ്റർ ബോംബുകളാണ് നല്ലത് എന്നൊരു തിരിച്ചറിവുണ്ടായി. മറ്റു തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇവിടെ കൂടുതൽ കെട്ടിടങ്ങൾ തകരുമായിരുന്നു. പക്ഷേ സിവിലിയൻ മേഖലയിലേക്ക് കൂടെ ഈ യുദ്ധം വ്യാപിപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചു. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു. കെട്ടിടങ്ങൾ 9,000-നകത്ത് തകർന്നപ്പോൾ ആളുകൾക്ക്, പരിക്കേൽക്കുന്ന ആളുകൾ ഒരുപാട് കൂടുതലുണ്ടായി. ഇസ്രായേൽ തന്നെ 2,300 ആളുകൾക്ക് പരിക്കേറ്റു എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. വലിയ വാർഹെഡുകൾ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചതുകൊണ്ട് ബങ്കറുകൾ പോലും തകർന്ന് തരിപ്പണമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗുർ, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സഹോദരൻ, അതുപോലെ ഇവിടെ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ മകൻ സ്മോട്രിച്ചിന്റെ മകൻ, ഈ സ്മോട്രിച്ചിന്റെ മകന്റെ കാര്യം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയാണ്. അവർ ജീവനോടെയുണ്ടോ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? കാരണം ഇവരുടെ വീടുകളും ഓഫീസും അതുപോലെ തന്നെ ഇവർ ഒളിവിൽ പോകുന്ന ബങ്കറുകളും ഒക്കെ തകർത്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം അത് ജർമ്മനിയിലാണ്, ജർമ്മനിയിലെ ബെർലിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. മൊത്തത്തിൽ സംശയമാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിവിടെ 2-3 ദിവസമായി ഇസ്രായേൽ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവുമില്ല. അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. അതേസമയം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വീഡിയോയിലോ അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങളോ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്കക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നും പുറത്തു വരുന്നത്. അമേരിക്കയുടെ താഡ് എയർ ഡിഫൻസ് സംവിധാനം അത് ഇറാൻ കഴിഞ്ഞ ദിവസം തകർത്തു എന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായി അതിനുശേഷം ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുകയാണ്. നിരവധി അമേരിക്കൻ ബേസുകൾ തകർത്തു കളഞ്ഞു. ഇന്ന് അമേരിക്കയുടെ 2 എണ്ണ ടാങ്കറുകൾ, ഇറാഖിലുള്ള 2 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. ഉത്തരവാദിത്തം തെഹ്റാൻ ഏറ്റെടുത്തു. ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ എണ്ണ ടാങ്കറുകൾ കത്തിയത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 17ഓളം അമേരിക്കൻ ബേസുകളെ ഇതിനോടകം ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. വലിയ നഷ്ടങ്ങൾ ഈ അമേരിക്കൻ ബേസുകളിൽ ഉണ്ടായി എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ഈ അടുത്ത കാലത്തൊന്നും അമേരിക്ക നേരിട്ടിട്ടില്ലാത്ത അതിശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അമേരിക്കക്ക് മറുപടിയില്ല. എന്തായാലും ഇവിടെ തുടർച്ചയായി കുതന്ത്രം പരാജയപ്പെടുന്നു, തന്ത്രം വിജയിക്കുന്നു. തന്ത്രം വിജയിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഇറാൻ നിബന്ധനകൾ വെക്കുന്നു. റഷ്യയും പാകിസ്ഥാനും ഒക്കെ ഈ യുദ്ധം നിർത്തണം എന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നു. ഗൾഫ് മേഖലകളിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് UN ഇറാനോട് ആവശ്യപ്പെടുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാം, ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമിക്കില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് താവളങ്ങൾ ഒരുക്കാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാം. അമേരിക്കക്കെതിരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ താവളങ്ങൾക്ക് നേരെ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, അമേരിക്കക്കെതിരെയൊക്കെയുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ഇറാൻ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇടക്ക് പറയും യുദ്ധം അവസാനിപ്പിക്കാം, മറ്റ് ചില സമയങ്ങളിൽ പറയും യുദ്ധം തീർന്നു അല്ലെങ്കിൽ യുദ്ധം തുടരും. യഥാർത്ഥത്തിൽ എന്താണ് പറയേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ലക്ഷ്യവുമില്ല. എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. ഇതൊരു പരാജയത്തിന്റെ ലക്ഷണമാണ്, ഒരു നിലപാടില്ലായ്മ. എവിടെ നിന്നാലാണ് മുഖം രക്ഷിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു രൂപവുമില്ല. അങ്ങനെ നിലപാടില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നു. ഇതുവരെ ചില അഭ്യൂഹങ്ങൾ ചില ആളുകൾ ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിരുന്നു. ഉത്തര കൊറിയ അത് അഭ്യൂഹങ്ങളല്ല, ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നു. മുജ്തബ അലി ഖംനായിക്ക് പൂർണ്ണ പിന്തുണ, ഏത് സാഹചര്യത്തിലും കൂടെ ഉണ്ടാകും എന്ന് ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു. ലോകത്തെ മൊത്തത്തിൽ അമേരിക്കക്കെതിരെ കൊണ്ടുവരാൻ ഇറാൻ എന്ന് പറയുന്ന എല്ലാവരും എഴുതിത്തള്ളിയ ഒന്നുമല്ലാത്ത ഒരു രാജ്യത്തിന്, ഒന്നുമല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ അഭിപ്രായമല്ല, മറ്റു ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യം ഈ 13 ദിവസം നീണ്ടുനിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് 1-ാം നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഒന്നുമല്ല ലോക പോലീസ്. ലോകത്ത് നേതൃത്വം കൊടുക്കാൻ ലോക പോലീസ് എന്ന് പറയുന്ന ആ ഒരു പദവി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഇറാൻ പറയുന്നു. അമേരിക്ക ഒന്നുമല്ല, ട്രംപിന് യുദ്ധം എന്താണെന്ന് അറിയില്ല,
തന്ത്രങ്ങൾ അറിയില്ല, ഒരു പരിചയ സമ്പത്തുമില്ല, ഒരു പാരമ്പര്യവുമില്ല എന്ന് ഇറാൻ തെളിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ 13ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർച്ചയായി അമേരിക്ക തിരിച്ചടികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇറാൻ ആണെങ്കിൽ ചോദിച്ചു വരുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കാറുണ്ട്. അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.